ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും. നമ്മുടെ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉഹദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാൾ എടുത്ത് ആരാണ് ഈ വാൾ അവകാശമനുസരിച്ച് വിനിയോഗിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അത് സ്വീകരിച്ച സുഹാബി? ആൻസർ, അബൂ ദുജാന റളിയല്ലാഹു അൻഹു. 2. ഉഹദിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും വധിക്കപ്പെടുകയും ചെയ്ത ജൂതൻ? ആൻസർ, മുഹൈരിക്, ബനൂ ദഅലബ് ഗോത്രക്കാരൻ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയാൽ നേരിട്ട് വധിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി? ആൻസർ, ഉബയ്യ് ഇബ്നു ഹലക്, ഉഹദിൽ. 4. ബനൂ നദീർ യുദ്ധത്തിന്റെ കാരണം? ആൻസർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചു. 5. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കരാർ എഴുതിയതാര്? ആൻസർ, അലി റളിയല്ലാഹു അൻഹു. 6. ഖൈബറിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക എടുത്തു പറഞ്ഞു, അല്ലാഹുവും റസൂലും സ്നേഹിക്കുകയും അല്ലാഹുവേയും റസൂലിനെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെ ഞാൻ നാളെ പതാക ഏൽപ്പിക്കും. എന്നിട്ട് ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക ഏൽപ്പിച്ചത്? ആൻസർ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. 7. ഖൈബറിലെ ബന്ദികളിൽപ്പെട്ട ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്? ആൻസർ, സൊഫിയ റളിയല്ലാഹു അൻഹ. 8. സൊഫിയ റളിയല്ലാഹു അൻഹക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മഹർ എന്തായിരുന്നു? ആൻസർ, അടിമത്തത്തിൽ നിന്നുള്ള അവരുടെ മോചനം. 9. ഖൈബറിൽ വെച്ച് ആട്ടിറച്ചിയിൽ വിഷം ചേർത്തു നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ച സ്ത്രീ? ആൻസർ, ജൂത പെണ്ണായ സൈനബ് ബിൻതുൽ ഹാരിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു രക്ഷപ്പെടുത്തി. 10. പ്രവാചകനൊപ്പം ജൂത പെണ്ണിന്റെ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് മരണമടഞ്ഞ സ്വഹാബി? ആൻസർ, ബിശ്ർ ഇബ്നുൽ ബറാ. ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ സ്ത്രീയെ വധിച്ചു. 11. ഖൈബർ യുദ്ധ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയതെന്ത്? ആൻസർ, നാടൻ കഴുതയുടെ മാംസം. 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ മാരണം ചെയ്ത ജൂതൻ? ആൻസർ, ലബീദ് ഇബ്നു അഅ്സം. 13. ഉംറത്തുൽ ഖദാ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതാരെ? ആൻസർ, മൈമൂന ബിൻതുൽ ഹാരിത്ത്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നി, ഉമ്മുൽ ഫദ്ലിന്റെ സഹോദരി. 14. പ്രവാചക പത്നിമാരിൽ ആരാണ് അബൂ സുഫിയാനിന്റെ മകൾ? ആൻസർ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. 15. മക്ക ഫതഹിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടതെപ്പോൾ? ആൻസർ, ഹിജ്റ 8 റമളാൻ 10. 16. മക്കയിൽ പ്രവേശിക്കുമ്പോൾ തൻ്റെ വാഹനപ്പുറത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പാരായണം ചെയ്തുകൊണ്ടിരുന്ന സൂറത്ത്? ആൻസർ, സൂറത്തുൽ ഫത്ഹ്. 17. മക്കയിൽ പ്രവേശിച്ചപ്പോൾ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്ത്? ആൻസർ, ഹജറുൽ അസ്വദ് ചുംബിക്കുകയും കഅബ ത്വവാഫ് ചെയ്യുകയും ചെയ്തു. 18. മക്ക വിജയ ദിനത്തിൽ ആരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് ളുഹ നിസ്കരിച്ചത്? ആൻസർ,
ഉമ്മു ഹാനിഇന്റെ വീട്ടിൽ. 19 മക്ക വിജയകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്ര ദിവസം താമസിച്ചു? ആൻസർ 19 ദിവസം. ഈ ദിവസം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ജംഉം കസറുമാക്കി. 20 മക്ക ഫതഹിനു ശേഷം ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഗവർണർ ആയി നിശ്ചയിച്ചത്? ആൻസർ അത്താബ് ഇബ്നു ഉസൈദ്. 21 തബൂക്കിലെ സേനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതെന്ത്? ആൻസർ ജയ്ഷുൽ ഉസ്റ, ദുരിതത്തിലെ സേന. 22 തബൂക്ക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ ആരെയാണ് പ്രതിനിധിയാക്കിയത്? ആൻസർ അലി റളിയല്ലാഹു അൻഹുവിനെ. 23 തബൂക്ക് യുദ്ധസമയത്ത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധി? ആൻസർ മുഹമ്മദ് ഇബ്നു മസ്ലമത്തിൽ അൻസാരി റളിയല്ലാഹു അൻഹു. 24 മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ ഹാറൂനിനുണ്ടായിരുന്ന സ്ഥാനം നിനക്കുണ്ടെന്നും എന്നാൽ എനിക്കു ശേഷം നബി ഉണ്ടാവില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരോട്? ആൻസർ അലി റളിയല്ലാഹു അൻഹുവിനോട്. തബൂക്ക് സമയത്ത് അദ്ദേഹം കുടുംബത്തെ നോക്കാൻ നിശ്ചയിക്കപ്പെട്ടു. മുനാഫിക്കുകൾ അതിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞതാണിത്. 25 ഹിജ്റ 9-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ഹജ്ജ് സംഘത്തിന്റെ അമീർ? ആൻസർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 26 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉംറ നിർവഹിച്ചു? ആൻസർ 4 ഉംറ. 27 ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പ്രബോധനത്തിനായി നിയോഗിച്ചത്? ഏതു വർഷം? ആൻസർ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഹിജ്റ 10-ാം വർഷം. 28 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത അറിയിക്കുന്ന സൂറത്ത്? ആൻസർ അദ്ധ്യായം 110 സൂറത്തുൻ നസ്ർ. 29 രോഗം കഠിനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് നമസ്കാരത്തിന് ഇമാമാക്കിയത്? ആൻസർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ. 30 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമടഞ്ഞ ശേഷം അദ്ദേഹത്തെ ചുംബിച്ചതാര്? ആൻസർ അബൂബക്കർ റളിയല്ലാഹു അൻഹു.